ഹായ് ഓൾ, ജീര റൈസും ഹരിയാലി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് അരിഞ്ഞതും കാഷ്യൂ നട്ട് ഉണ്ടായിരുന്നു, അതും കുറച്ച് കാഷ്യൂ നട്ടും പിന്നെ മല്ലിയില ചേർത്തു. മല്ലിയില പുതിനയിലും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തു. എന്നിട്ട് ചിക്കനിലേക്ക് 1 കിലോ ചിക്കൻ ആണ് വാങ്ങിച്ചത്, പക്ഷെ അത് മൊത്തം എടുത്തില്ല കേട്ടോ, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ പേസ്റ്റും മസാലയും പിന്നെ അതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്തു. എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായി അത് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചു. ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവേ. എന്നിട്ട് ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്തു. പിന്നെ ഉള്ളി അരിഞ്ഞു വെച്ചത് 2 ഉള്ളിയാണ് ഞാൻ എടുത്തത്. 2 ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ആ സമയം കൂടെ തന്നെ മറ്റേ സൈഡിൽ ഞാൻ ജീര റൈസും കൂടി വെക്കുന്നുണ്ടായിരുന്നേ. 3 ഗ്ലാസ് അരിയാട്ടോ എടുത്തേ. 3 ഗ്ലാസ് ജീര റൈസ് അതാണ് എടുത്തത്. രണ്ടും കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. കുക്കറിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്തു. അതിലേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തു. പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ആവശ്യത്തിന് ജീരകം. എന്നിട്ട് കഴുകി വെച്ച അരി എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് ആറി വരുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 4.25 ഗ്ലാസ് വരെ ഞാൻ വെള്ളം ചേർത്തു കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കുമ്പം അതിൻ്റെ അടച്ചു വെച്ചു. ഒരു വിസിൽ വന്നിട്ട് അത് പോകുന്നത് വരെ ഞാൻ വയ്ക്കും. പിന്നെ അപ്പോഴത്തേക്ക് ഉള്ളി വഴണ്ടി വന്നു കേട്ടോ. അതിലേക്ക് നേരത്തെ പെരക്കി വെച്ച ചിക്കനില്ലേ അതൊക്കെ ചേർത്തു. അതിൻ്റെ മസാല ചേർത്തില്ല, ചിക്കൻ മാത്രം എടുത്തിട്ടൊന്ന് ചേർത്ത് കൊടുത്തു. കുറച്ച് മസാല ബാക്കി ഇരിപ്പുണ്ട് അവിടെ. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു വേവ് ആവുന്നവരെ, ഒരു മീഡിയം വേവൊക്കെ ആവുന്നവരെ ഇത് മാത്രം ഇട്ട് ഇളക്കി കൊടുത്തു. അരി തിളച്ചു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇട്ട് വെച്ച് ഒരു വിസിൽ ആവുമ്പം നമുക്കത് ഓഫാക്കാം. ചിക്കൻ കണ്ടോ, ഒന്ന് ഞാൻ വേവ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടുണ്ട്, തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊണ്ടുണ്ട്. അപ്പോഴാണ് മോള് പറഞ്ഞത് അവൾക്ക് ഒരു ചിക്കൻ ഫ്രൈയും കൂടെ വേണം. അപ്പം അതിൽ നിന്ന് തന്നെ ഒരു 4 ചിക്കൻ മാറ്റി എടുത്തിട്ട് ഞാൻ എയർ ഫ്രയറിൽ വെച്ച്. എയർ ഫ്രയറിൽ ഒരു 20 മിനിറ്റ്സ് 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ആണ് വെച്ചത്. അപ്പം അത് സൈഡിലായിക്കോളും. ചിക്കൻ ആവുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ അതിൻ്റെയൊക്കെ വെള്ളമൊക്കെ ഇളകി വന്നു. ഒരു വേവാവുമ്പം ഞാനെൻ്റെ പേസ്റ്റ് ചേർത്താട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഡ്രൈ ആവുന്നതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തോട്ടെ അതിലേക്ക്. നല്ല ടേസ്റ്റ് ആട്ടോ ഹരിയാലി ചിക്കൻ. ഇതിൻ്റെ പുതിനയിലയുടെ അതിൻ്റെയൊക്കെ സ്മെല്ലോ ഒന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കണ്ടോ. മസാല അതിൻ്റെ ആ ചിക്കൻ പെരക്കി വെച്ചയുടെ ബാക്കി മസാലയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഞാൻ ഒന്നുകൂടെ ഒഴിച്ചു. അതും കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചു.
ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടായിരുന്നു കേട്ടോ. ഒരു തിക്ക് രൂപത്തിലാവുന്നത് വരെ ഞാനതിനെ ഇളക്കി കൊടുത്തു. ചോറായിട്ട് ഒരു വിസിൽ വെച്ചു. അതിൻ്റെ വിസിൽ പോകുന്നത് വരെ, അതിൻ്റെ ആ പോകുന്നത് വരെ ഞാൻ കറക്റ്റ് ഇതാണ്. നല്ല പൊരി ഗീ റൈസ് ആയിരുന്നു. കണ്ടോ, ചിക്കൻ കുറുകി വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടെ വെച്ചിട്ട് നമുക്കിതും ഓഫാക്കിയെടുക്കാം. ഇതിൽ കാണുമ്പോൾ കളർ വ്യത്യാസമുണ്ട്, പക്ഷെ നേരിട്ട് അതിൽ നല്ല ഗ്രീൻ കളറായിരുന്നു കേട്ടോ. ഇതിൽ കാണുമ്പോൾ വേറൊരു കളറായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് സമയം 2:30 ആയിട്ടോ. ഫുഡ് കഴിച്ചാലോ. നല്ല ജീര റൈസും ഹരിയാലി ചിക്കൻ കറിയും, പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടെ ചേർത്തു. അപ്പം കഴിക്കട്ടെ കേട്ടോ. ബൈ. താങ്ക് യു.